ട്വിറ്റർ 8 വയസ്സ് പിന്നിടുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ട്വിറ്റർ ഫോളോവേഴ്സ് ഉള്ള ഒരു മലയാളിയാണ് നമ്മുടെ അതിഥിയായെത്തുന്നത്, ശ്രീ ശശി തരൂർ. താങ്കളുടെ ഒരു ട്വിറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ചില വിധത്തിൽ നല്ല എക്സ്പീരിയൻസ് ആണ്, ചില വിധത്തിൽ അത്ര നന്നായിരുന്നില്ല. ഞാൻ ആദ്യം ആരംഭിച്ചത് 2009 ആ സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ, പ്രത്യേകിച്ച് ഒരു മന്ത്രി, ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആ കാലത്ത് BJP പ്രസിഡന്റ് വെങ്കയ്യ നായിഡു പറഞ്ഞു, എന്താണ്, ടു മച്ച് ട്വീറ്റിംഗ് ക്യാൻ ലീഡ് ടു ക്വിറ്റിംഗ്. അങ്ങനെ ഒരു ലൈൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ചില കോൺഗ്രസ്സുകാരും അവർക്ക് ആദ്യം, ഞാൻ ശരിക്കും കഥ പറയുകയാണെങ്കിൽ, ആദ്യം ഒരു താല്പര്യം എല്ലാവരും കാണിച്ചു. എന്താ കാരണം, എനിക്ക് ആദ്യം ഒരു 10,000 ഫോളോവർ വന്നപ്പോൾ ഏതോ ഒരു പത്രത്തിൽ 2 പേര് എഴുതിയിരുന്നു, ശശി തരൂർ റിക്വയർസ് 10,000 ഫോളോവേഴ്സ്. ഇന്ത്യയിൽ വേറെ ആയിരിക്കും ആ സമയത്ത് 10,000 ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചില നല്ല സീനിയർ നേതാക്കൾ എന്നോട് ചോദിച്ചു, 10,000 ഫോളോവർ, ഒരു രാഷ്ട്രീയക്കാരന് 10,000 ആൾക്കാർ വലിയൊരു നല്ല കാര്യമാണല്ലോ, ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആ സമയത്ത് നമ്മുടെ മാധ്യമക്കാർ, നിങ്ങളെപ്പോലുള്ളവരെ ഞാൻ കുറ്റം പറയുകയാണ്, ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഒരു രാഷ്ട്രീയക്കാരൻ മാധ്യമങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് നേരിട്ട് പബ്ലിക്കിനടുത്ത് പോകുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഭയങ്കര നെഗറ്റീവായിട്ട് എഴുതാൻ തുടങ്ങി. എന്ത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് വിവാദമാക്കാൻ തുടങ്ങി. അതിന് ഒരു 5-6 വിവാദങ്ങൾ വന്നു ട്വിറ്റർ വഴിക്ക്. അത് ആദ്യത്തെ വിവാദം തുടങ്ങിയ ഉടനെ തന്നെ മറ്റേ രാഷ്ട്രീയക്കാരൊക്കെ ഒഴിവായി. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ആർക്കും വിവാദം തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ ഞാൻ വിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇൻഫാക്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ ഒക്ടോബർ 2009 ഞാൻ പറഞ്ഞു, 10 വർഷത്തിൻ്റെ അകത്തിൽ എല്ലാ പ്രധാന രാഷ്ട്രീയക്കാരും ഈ മാധ്യമം ഉപയോഗിക്കുന്നുണ്ടാവും. ട്വിറ്റർ ഉപയോഗമുള്ള ഒരു സാധനമാണ്, ജനങ്ങൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 21ാമത്തെ നൂറ്റാണ്ടത്തിൽ അങ്ങനെ നടക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയേ, ആദ്യം ഈ പാഠം പഠിച്ചത് BJP-കാരാണ്. 2010-11 ആകുമ്പോഴേക്കും നരേന്ദ്രമോദി, സുഷമ സ്വരാജ്, പല നേതാക്കൾ ട്വിറ്ററിൽ കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടി കുറച്ച് പുറകെയായി. എന്നെ ഒഴിച്ചിട്ട് മറ്റേവർക്ക് വരാൻ കുറച്ച് നേരം എടുത്തു, താമസിച്ചു. എന്തായാലും എന്തതിന് ഗുണം, നമ്മൾക്ക് ജനങ്ങളൊപ്പം ഡയറക്റ്റ് കോൺടാക്ട്, 2 വഴി കോൺടാക്ട്. കാരണം നമ്മളൊരു ടെലിവിഷനിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ, ശരി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, പക്ഷേ ഈ ടെലിവിഷൻ ഇൻ്റർവ്യൂ കാണുന്നവർക്ക് എന്നോടൊന്ന് ചോദ്യം ചോദിക്കാൻ, എൻ്റെ മനസ്സറിയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ ആ ഡയലോഗ് സംഭവിക്കില്ല. ട്വിറ്ററിലാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതൊരു ഗുണം ഉള്ളൊരു കാര്യമാണ്. ആ ഡയലോഗ് നല്ലപോലെ നടക്കാൻ സാധിക്കും. രണ്ടാമത്തത്, ഒരു ബ്രോഡ്കാസ്റ്റ് മീഡിയമായി നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഏത് ട്വീറ്റ് ഇറക്കിയാലും 22-23 ലക്ഷം ആൾക്കാരാണ് വായിക്കുന്നത്. അപ്പോൾ അതിലൊരു ഭയങ്കര ഓഡിയൻസ് കിട്ടും. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഏത് മനുഷ്യനും ഉണ്ടാവില്ല. പക്ഷേ എല്ലാ ദിവസവും ഞാൻ 2-3 ചോദ്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഉത്തരം കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു ഇൻറ്ററാക്റ്റീവ് ബ്രോഡ്കാസ്റ്റ് മീഡിയം, ഒരു ആകാശവാണി, 2 വഴി ഉള്ളൊരു ആകാശവാണി, അതാണിപ്പോൾ ട്വിറ്ററിൻ്റെ ഗുണം. നെഗറ്റീവ് എന്താണ്, ഇപ്പോൾ ഇത് എല്ലാവരും നല്ലപോലെ അറിഞ്ഞ ശേഷം ഒരു ഓർഗനൈസ്ഡ് എന്താ പറയുക, ഒരു ക്യാമ്പയിനിങ് പോലെ ചിലവർ ഉപയോഗിക്കുന്നു. ഒരു ക്യാമ്പയിൻ ചെയ്യുന്നതിൽ തെറ്റില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളും നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസിനും വിഷയത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെറ്റില്ല. പക്ഷേ ചിലവർ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് മാത്രം എടുത്തിട്ട് പറയാം. ഞാനിപ്പോൾ എൻ്റെ ട്വിറ്റർ തുറന്നാൽ എല്ലാ ദിവസവും എന്നെ ആക്ഷേപിച്ചിട്ടും എന്നെ അബ്യൂസ് ചെയ്തിട്ടും ഒരു 90% ട്വീറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മളുടെ രാഷ്ട്രീയ ശത്രുക്കൾ കൽപ്പിച്ച് കൂട്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെറ്റാണ്, ഒരു നെഗറ്റീവാണ്. ഈ അടുത്ത കാലം വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ട്വിറ്റർ ആരാധകർ, ഫോളോവേഴ്സ് താങ്കൾക്കുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ട്വിറ്ററിൽ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അജണ്ട ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോരോ വിഷയത്തിൽ, ഏത് വിഷയത്തിലാണ് അദ്ദേഹത്തിന് ഒരു കോമൻറ്റ് കൊടുക്കാനുള്ളത്, അത് ട്വിറ്ററിലാണ് ആദ്യം ചെയ്തത്. അപ്പോൾ പിന്നെ ഫോളോവേഴ്സിനൊരു അറിവുണ്ടായിരുന്നു. പക്ഷേ ഞാനും എപ്പോഴും പറയും, ട്വിറ്റർ മാത്രം പോരാ. ട്വിറ്റർ ഒരു വഴിയാണ്, ഫേസ്ബുക്ക് ഒരു വഴിയാണ്. നമ്മൾക്ക് SMS അയക്കാനുണ്ട്, ജനങ്ങളെ നേരിട്ട് കാണാനുണ്ട്, പബ്ലിക് റാലീസ് നടത്താനുണ്ട്, പോസ്റ്റേഴ്സും ക്യാമ്പയിൻ സ്ലോഗൻസും നമ്മളുടെ പര്യടനങ്ങളും ഇതെല്ലാം ചെയ്യാനുണ്ട്. എല്ലാം കൂടി ഇത് ഒരു എക്സ്ട്രാ ആസറ്റാണ്. പക്ഷെ ഇത് വിട്ടുകൊടുത്താൽ നമുക്ക് 2 ദോഷമുണ്ട്. ഒന്ന്, നമുക്ക് ഒരു ഫീൽഡിൽ, ഒരു മേഖലയിൽ നമ്മളുടെ ശബ്ദം, നമ്മളുടെ സ്വരം, നമ്മളുടെ പേര് ആരും കാണില്ല. രണ്ടാമത്തത്, അന്യന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കും. പറഞ്ഞാൽ, അഥവാ ഒരു പാർട്ടി പ്രധാനമാണതിൽ, മറ്റേ പാർട്ടി ആബ്സെൻ്റ് ആണെങ്കിൽ ആ മറ്റേ പാർട്ടിക്കാണ് ദോഷം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ ഒരു അത്യാവശ്യമാണ് ഇപ്പോൾ.
താങ്കളുടെ ട്വീറ്റുകളിൽ ഏറ്റവും കൂടുതൽ റീട്വീറ്റുകൾ ഉണ്ടാവുള്ളൂ, ഏറ്റവും കൂടുതൽ പ്രതികരണം ലഭിക്കുകയും ചെയ്ത ഏതെങ്കിലും ട്വീറ്റുകൾ ഓർത്തെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇങ്ങനെ പിന്നെ ചിലതിനൊക്കെ ആയിരം കണക്കിന് ട്വീറ്റ് കിട്ടുന്നുണ്ട്. ഇന്നാൾ വന്നത് ഓഫ് കോഴ്സ് നരേന്ദ്രമോദിയും ഞാനുണ്ടായിരുന്നൊരു ചെറിയൊരു എക്സ്ചേഞ്ച്. അദ്ദേഹം ഇലക്ഷൻ ജയിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഉത്തരം പിന്നെ ലെറ്റ് us വർക്ക് ടുഗദർ ഫോർ ദ നേഷൻ, അത് ജനങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരേ സമയത്ത് ഞാൻ അദ്ദേഹത്തെ പരിഹാസിച്ചിട്ട് നവാസ് ഷെരീഫിനെ വിളിക്കുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണി കൊടുക്കണമെന്ന് പറഞ്ഞൊരു ട്വീറ്റ്, അതിന് നല്ലപോലെ റീട്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഓരോരോ ആൾക്കാർ മൂഡ് പോലെ തോന്നും. കാരണം ചിലപ്പോൾ ഒരു നമ്മൾ ട്വിറ്റർ ഉപയോഗിക്കുന്ന ചിലപ്പോൾ സീരിയസ് കാര്യത്തിനായിരിക്കും, ഒരു സീരിയസ് സന്ദേശം കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എഴുതിയതോ നമ്മൾ തന്നെ എഴുതിയ ഒരു ആർട്ടിക്കിളിലോ ഒരു മെസ്സേജിനെ അതിൻ്റെ ലിങ്ക് അടിക്കാൻ, അങ്ങനെയൊക്കെ ചെയ്യാം. ചിലപ്പോൾ വെറും ഒരു ചെറിയൊരു ജോക്ക് പറയാനോ ജനങ്ങളെ ചിരിപ്പിക്കാനോ നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കും. ആകെ 140 ലിപിയല്ലുള്ളൂ. അപ്പോൾ ഈ 140 ക്യാരക്ടേഴ്സിൻ്റെ അകത്തുള്ള വല്ലതും പറയാനുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ചിക്കൻ ബിരിയാണി ഇടയ്ക്കിടയ്ക്ക് എല്ലാ ആഴ്ചയും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു തമാശ കളിക്കാൻ വേണ്ടി ഒരു പോയിന്റ് അടിക്കും. അല്ല, ഈ 140 അക്ഷരങ്ങൾ മാത്രമേ പാടുള്ളൂ. അത് നിങ്ങളുടെ ഭാഷ ശൈലിയെ ഏതെങ്കിലും തരത്തിൽ മാറ്റിയിട്ടുണ്ടോ, ഈ അക്ഷരങ്ങൾ കുറവാണെന്നുള്ളത്? ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു ഡിസിപ്ലിൻ ആയിരുന്നു. ഞാനൊരു എഴുത്തുകാരനാണ്. അപ്പോൾ പല സ്റ്റൈലിൻ്റെ നമ്മളൊരു കോളം എഴുതുമ്പോൾ എഡിറ്റർ 800 വാക്കിൻ്റെ അകത്ത് 800 വേർഡ്സിൻ്റെ അകത്ത് ഒരു കോളം വേണമെന്ന് പറഞ്ഞാൽ 800 തന്നെ കൊടുക്കാം. നമ്മൾ 850 കിടത്താൽ അവർ വേറെ വല്ലതും വെട്ടിയല്ല. നമ്മൾ ആവശ്യമുള്ള 50 വാക്ക് വെട്ടിയിട്ട് പിന്നെ മറ്റേ ആവശ്യമില്ലാത്ത പ്രിൻറ്റ് ചെയ്താലോ. അതുകൊണ്ട് നമ്മൾ ഡിസിപ്ലിൻ കൊണ്ട് എഴുതണം. അതേപോലെ തന്നെ ട്വിറ്ററിൽ. അപ്പം ഞാനൊരു ചിലപ്പോൾ ഒരു സിമ്പിൾ ഐഡിയ 140 ക്യാരക്ടറിൻ്റെ അകത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ നമ്മൾ നാച്ചുറലായി എഴുതുമ്പോൾ അത് ഭയങ്കര 20 ക്യാരക്ടർ കൂടുതലോ 30 ക്യാരക്ടർ കൂടുതലാവും. പിന്നെ അതിന് എഴുതിയ ശേഷം ട്വീറ്റ് ചെയ്യണം മുമ്പ് എങ്ങനെയെങ്കിലും ചില വാക്കുകളെ മാറ്റിയിട്ട് ഒരു എക്സ്പ്രഷനെ വേറെ എക്സ്പ്രഷൻ ആക്കിയിട്ട് ചുരുക്കിയിട്ട് 145 ചെയ്യണം. പക്ഷേ അത് ട്വിറ്ററിൽ മാത്രമേ ചെയ്യാൻ ആവശ്യമുള്ളൂ. ഞാൻ ഒരേ വിഷയത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ എൻ്റെ സാധാരണ ഭാഷ ഞാൻ എഴുതും. ഈ ട്വിറ്ററിൽ മലയാളികളുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ്? അവർ ഇതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. എനിക്ക് തിരുവനന്തപുരത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഈ BJP ട്രോളിങ് എൻ്റെ എതിരെ ആരംഭിക്കുന്ന മുമ്പ് തിരുവനന്തപുരത്തിൻ്റെ കുറേ പിന്നെ ട്വീറ്റ് പങ്കെടുക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കേരളത്തിൽ താമസിക്കുന്ന നിർബന്ധമല്ല. ചില മരുനാടൻ മലയാളികൾ, വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ, അല്ലെങ്കിൽ ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലും പ്രവർത്തിക്കുന്ന തിരുവനന്തപുരംകാർ, അവരും ട്വിറ്ററിൽ വന്നിട്ട് നമ്മളുടെ നഗരത്തിൻ്റെയും നമ്മളുടെ ഡിസ്ട്രിക്റ്റിൻ്റെയും ഓരോരു വികസന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അഭിമാനത്തോടെ തിരുവനന്തപുരത്തിൻ്റെ ഓരോരോ വികസന വിഷയങ്ങൾ ഞാൻ ട്വിറ്ററിൽ ഇടാറുണ്ട്. അതിന് നല്ല ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. റീട്വീറ്റിങ്ങും കിട്ടും, ഉത്തരവും കിട്ടും, ചോദ്യങ്ങളും കിട്ടും. അത് വിവരം ചിലപ്പോൾ ഒരു BJPയോ ലെഫ്റ്റ് സിമ്പത്തൈസറും കൂടി നമ്മൾ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഒരു വിരോധമില്ല, ഞാൻ അതിന് ഉത്തരവും കൊടുക്കും. പിന്നെ അത് അവരധികാരമാണ്. ഞാനൊരു MP ആയി ജയിച്ച ശേഷം കോൺഗ്രസ്സുകാരുടെ MP മാത്രമല്ലല്ലോ, എല്ലാവരുടെയുമാണ്, ഞാൻ ഉത്തരം കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ട്വിറ്റർ ഒരുപാട് വിവാദങ്ങളിലും താങ്കളെ പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ട്വിറ്റർ ഉപേക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ട്വിറ്ററിനെ കുറ്റമൊരു കാര്യം. ഇപ്പോൾ ട്വിറ്റർ ഒരു മാധ്യമമാണ്. പറഞ്ഞാൽ അവസാനത്തിൽ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ദ മെസ്സേജ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മീഡിയം. അപ്പോൾ ആ സന്ദേശം എന്താണ്, അതാണ് വിഷയം. അപ്പം ഞാൻ ട്വിറ്ററിൽ ഓഫ് കോഴ്സ് എൻ്റെ എല്ലാം വെച്ച് നൊട്ടോറിയസ് പ്രസിദ്ധപ്പെട്ടതും പറയാൻ സാധിക്കില്ല ട്വീറ്റായിരുന്നു ഈ കാറ്റൽ ക്ലാസിനെ കുറിച്ച്. ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എക്കോണമി ഡ്രൈവിൻ്റെ സമയത്തായിരുന്നു, നിങ്ങൾ അടുത്ത തവണ പ്ലെയിനിൽ പോകുമ്പോൾ കാറ്റൽ ക്ലാസ്സിൽ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യത്തിൽ ഉപയോഗിച്ചൊരു എക്സ്പ്രഷൻ, ഞാനിത് 30 വർഷമായി അമേരിക്കയിൽ കേൾക്കുന്ന ഒരു എക്സ്പ്രഷനാണത്. ഞാൻ വിദേശത്ത് നിന്ന് വന്ന കാരണം എനിക്ക് അറിഞ്ഞില്ല, ഇത് ഇന്ത്യയിൽ ഇത് അറിയാത്തൊരു എക്സ്പ്രഷനാണ്. ഇയാൾ ചോദിച്ചു ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് ഞാൻ ഉത്തരവും കൊടുത്തു. അത് ഞാൻ കാറ്റൽ ക്ലാസ്സിൽ പോവും ഇൻ സോളിഡാരിറ്റി വിത്ത് ഓൾ ആ ഹോളി കൗസ്. വെറും ഒരു ചെറിയൊരു ജോക്കായിരുന്നു. അതിനെ ഭയങ്കര ഒരു വിവാദമാക്കി. അത് കൽപ്പിച്ചുകൂടി ചിലർ ചെയ്തതാണ്. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് അറിയാം. ഇത് ഒന്നാം കാര്യം ജനങ്ങളെ ആക്ഷേപിക്കുന്നൊരു എക്സ്പ്രഷനല്ല. കാറ്റൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എയർലൈൻസ് നമ്മളെല്ലാവരെയും കാറ്റലിനെ പോലെ ഒരു ചെറിയ സ്ഥലത്തിൽ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുന്നു എന്നൊരു എക്സ്പ്രഷനാണ്. അത് എയർലൈൻസിനെ ക്രിട്ടിസൈസ് ആണ്, ജനങ്ങളെക്കുറിച്ചല്ല. പക്ഷേ ഒരു വിവാദം വന്നു, ശശി തരൂർ ജനങ്ങളെ എക്കോണമി ക്ലാസ്സിൽ പോകുന്നവരെ മൃഗങ്ങളെ പോലെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വിവാദമായത്. ഈ ഒരേ എക്സ്പ്രഷനെ മലയാളത്തിലും ഗുജറാത്തിയിലും ഹിന്ദിയിലുമൊക്കെ ആക്കിയ ശേഷം എല്ലാ മാധ്യമത്തിലും ഞാൻ വലിയൊരു വില്ലനായി വന്നു. അപ്പോൾ അത് ട്വിറ്ററിന് കുറ്റമാണോ? അല്ല. അത് നമ്മളൊരു ജോക്ക് അടിക്കുമ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് ആലോചിച്ച കാര്യമില്ല. ജനങ്ങൾ എങ്ങനെ കേൾക്കും നമ്മൾ അറിയണം. ഇതൊരു മൾട്ടി ലിംഗ്വൽ രാജ്യമാണ്, കുറേ ഭാഷകൾ സംസാരിക്കുന്നൊരു രാജ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലൊരു തമാശ പറഞ്ഞാൽ അത് വേറെ ഭാഷയിൽ എങ്ങനെ ജനങ്ങളുടെ ചെവിയിൽ കേൾക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും.
അതുകൊണ്ട് എൻ്റെ ഒരു ഹ്യൂമറിൻ്റെ സ്റ്റൈൽ കുറച്ച് റിസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്, അത് സത്യമാണ്. താങ്കളുടെ ട്വിറ്റർ ഫോളോവേഴ്സിൽ താങ്കളെ അത്ഭുതപ്പെടുത്തിയ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പ്രമുഖരായ ആരെങ്കിലും താങ്കളെ ഫോളോ ചെയ്യുന്ന അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ആരുള്ളത്? അല്ല, ഐ സപ്പോസ് ഇപ്പോൾ പറയണമെങ്കിൽ നരേന്ദ്രമോദിയാണ് അതിശയം. പക്ഷേ അങ്ങനെ കുറേ വിദേശ മന്ത്രിമാരുണ്ട്. എനിക്കിപ്പോൾ കൂടി ഒരു അതിശയം തോന്നിയത് ബഹ്റൈനിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഞാൻ കണ്ട ശേഷം അദ്ദേഹം എൻ്റെ കാരണമായിട്ട് അദ്ദേഹം ട്വിറ്റർ ആരംഭിച്ചു. എന്നിട്ട് അദ്ദേഹം ചെയ്തത് മാത്രമല്ല, അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു ഞാൻ ശശി തരൂരിൻ്റെ കാരണമാണ് ട്വിറ്റർ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈജിപ്ഷ്യൻ ഫോറിൻ മിനിസ്റ്റർ മീറ്റിംഗ് നടത്തിയപ്പോൾ രണ്ടുപേരും കൂടി അവിടുന്ന് ട്വീറ്റ് ചെയ്തിട്ട് ഹലോ ശശി തരൂർ, താങ്ക് യു ഫോർ ഇൻട്രൊഡ്യൂസിങ് അസ് ടു ട്വിറ്റർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്വീഡിഷ് ഫോറിൻ മിനിസ്റ്റർ കാൾ ബിൽറ്റ്, അദ്ദേഹം ഏതൊരു രാജ്യത്ത് പോകുമ്പോൾ അദ്ദേഹം ട്വിറ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു എംപിടൊപ്പം ഒരു ഫോറിൻ മിനിസ്റ്ററൊപ്പം കോൺടാക്ട് ചെയ്തത്. ഇവരെല്ലാവരും എൻ്റെ സുഹൃത്താണ്, കുറേ വർഷം അറിയുന്നവരാണ്. പക്ഷേ അതിലൊരു ചെറിയൊരു ഒരു രസമുണ്ട്. നമ്മളുടെ ഈ ഓരോരോ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരെ ഇങ്ങനൊരു പബ്ലിക് മാധ്യമം ഉപയോഗിക്കുന്നത് അവർക്കും ഒരു ഗുണം ചെയ്തിട്ടുണ്ട്, അത് നമ്മളുടെയും ഒരു സോളിഡാരിറ്റി ഒരു വഴിയുമായിട്ടുണ്ട്. ഓക്കെ, അവസാനമായിട്ട് ഇപ്പോൾ 8 വർഷമേ ട്വിറ്ററിന് വയസ്സായിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും, സാധ്യതകൾ എങ്ങനെയാണ്? നോക്കൂ, എന്തിൻ്റെയും ഭാവി പറയാൻ നമ്മൾക്ക് കൂടുതൽ ധൈര്യമില്ല. 21-ാം നൂറ്റാണ്ടിൽ സോഷ്യൽ മീഡിയ എത്ര വേഗമാണ് മാറ്റങ്ങൾ വരുന്നത്. ഞാൻ 5 വർഷം മുമ്പ് പറഞ്ഞു 10 വർഷത്തിനകത്ത് എല്ലാവരും ട്വിറ്റർ ഉപയോഗിക്കുന്നുണ്ടാവും. അത് 10 വർഷം കൂടി കാത്തിരിക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ പ്രധാന നേതാക്കളും ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഏതായാലും വളരെയധികം സന്തോഷം മനോരമ ന്യൂസുമായി താങ്കളുടെ ട്വിറ്റർ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ഏതായാലും കൂടുതൽ ട്വിറ്റർ ഫോളോവേഴ്സ് താങ്കൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ട്വിറ്റർ 8 വർഷം പിന്നിടുകയാണ്. കൂടുതൽ പുതിയ ജനറേഷൻ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള മാധ്യമമായി ട്വിറ്റർ വളർന്നു കഴിഞ്ഞു. ശശി തരൂരിനൊപ്പം ക്യാമറമാൻ രാജേഷിനൊപ്പം അജിത് കെ ജോസഫ്, മനോരമ ന്യൂസ്.